ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ പിതാവും വിഖ്യാത ഫോട്ടോഗ്രാഫറുമായ രഘു റായ് അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന റായ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നിർണായക നിമിഷങ്ങളെ ഫ്രെയിമിലെത്തിച്ച പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർക്ക് രാജ്യം അനുശോചനം അർപ്പിക്കുകയാണ്. ക്യാൻസറിനോട് 2 വർഷം പോരാടി ഒടുവിൽ 83-ാം വയസ്സിൽ ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ പിതാവ് രഘു റായ് ഈ ലോകത്തോട് വിടവാങ്ങി. ഇന്ത്യയുടെ ആത്മാവിനെ ജനങ്ങളിലേക്ക് എത്തിച്ച ചിത്രങ്ങൾ, ഭോപ്പാൽ ദുരന്തത്തിന്റെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചിത്രം, മദർ തെരേസ, ദലൈലാമ, ഇന്ദിരാഗാന്ധി, സത്യജിത് റേ എന്നിവരുടെ ആരും പകർത്താത്ത വികാരങ്ങൾ പകർത്തി ചിത്രങ്ങളിലാക്കിയയാൾ. അരനൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഫോട്ടോഗ്രാഫി കരിയർ ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തെ തന്നെ അടയാളപ്പെടുത്തി. സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന രഘു റായ് ഫോട്ടോഗ്രാഫറായ സഹോദരനെ കാണാൻ ഡൽഹിയിലെത്തിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. രഘു റായ് പകർത്തിയ ആദ്യ ചിത്രം സഹോദരൻ ടൈംസ് ഓഫ് ഇന്ത്യ ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെയാണ് പൊതുജീവിതം തുടങ്ങിയത്. തുടർന്ന് 1965-ൽ ദ സ്റ്റേറ്റ്സ്മാനിലൂടെ കരിയർ ആരംഭിച്ച റായ് പിന്നീട് സൺഡേ, ഇന്ത്യ ടുഡേ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലും പ്രവർത്തിച്ചു. 1977-ൽ ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫിക് ഏജൻസിയായ മാഗ്നം ഫോട്ടോസിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായി. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ ചിത്രങ്ങൾക്ക് 1972-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. രഘു റായിയുടെ കുടുംബം ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് മരണവിവരം പങ്കുവച്ചത്. എഴുത്തുകാരി, എഡ്യൂക്കേഷനിസ്റ്റ്, ഹെറിറ്റേജ് കൺസർവേഷനിസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗുർമീത് റായിയാണ് ഭാര്യ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.